തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹമായി ഓശാനമായി നൽകിയ ഒരു വലിയ സമ്പത്താണ് ഹിദായത്ത്. ആ ഹിദായത്തിന്റെ നേരെ എതിരിലുള്ളത് ദലാലത്താണ്. ഹിദായത്തും ദലാലത്തും തിരിച്ചറിയാതെ ഒരു മുസ്ലിമിന് വിജയം കണ്ടെത്താൻ കഴിയില്ല. വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക എന്നതാണ്. പരാജയപ്പെടുക എന്ന് പറഞ്ഞാൽ ഹിദായത്ത് നഷ്ടപ്പെട്ട് ദലാലത്തിൽ എത്തിച്ചേരുക എന്നതാണ്. എന്താണ് ഈ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സന്മാർഗം എന്ന് നാം മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് തൃപ്തിപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ സന്മാർഗം തിരിച്ചറിയാൻ നമുക്ക് കഴിയാതെയും പോയിട്ടുണ്ട്. ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, സന്മാർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെടുന്ന എല്ലാവിധ വിഷയങ്ങളിലും അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കാനുള്ള മാനസികാവസ്ഥക്കാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. ഒന്നും കൂടി അതിന്റെ വിശദീകരണം പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ദുനിയാവിന്റെ കാര്യം, ദീനിന്റെ കാര്യം, ആഖിറത്തിന്റെ കാര്യം. ഇതാണ് ഒരു മനുഷ്യന്റെ ദൈനംദിന ജീവിത ബന്ധങ്ങൾ. ഈ ബന്ധം നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹുവിനെ മാത്രം ആശ്രയിക്കുക എന്ന മാനസികാവസ്ഥ അതാർക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്. അതിനാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. നിസ്കരിക്കാനുള്ള തൗഫീഖ്, നോമ്പ് നോക്കാനുള്ള തൗഫീഖ്, ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ്, ദാനധർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ്, അതാണ് ഹിദായത്തിന്റെ ഭാഗം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ പറയപ്പെട്ട കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിന് ഹിദായത്ത് ഷർത്തില്ല. ഹിദായത്തില്ലാത്തവർക്കും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. പിന്നെന്തിനാണ് ഈ നോമ്പ്, നിസ്കാരം, സക്കാത്ത്, ഹജ്ജൊക്കെ നടപ്പിലാക്കിയിരിക്കുന്നത്? ഹിദായത്ത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ ആവശ്യമായ അനുബന്ധം എന്ന നിലക്കാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ കാര്യങ്ങൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഹിദായത്തിനെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഊർജത്തിന് വേണ്ടിയുള്ളതാണ്. നിസ്കാരത്തിന് സ്വന്തമായിട്ട് ദീനുൽ ഇസ്ലാമിൽ ഒരു അഡ്രസ്സും ഇല്ല. ഹിദായത്തുമായിട്ട് ബന്ധപ്പെടുമ്പോൾ മാത്രമേ നിസ്കാരം അഡ്രസ് ഉള്ളതാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നാം ആദ്യം പരിശോധിക്കേണ്ടത് ഹിദായത്തിനെ സംബന്ധിച്ചാണ്. ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അവരോട് ചോദിക്കണം. ഓരോരുത്തരും അവനവരോട് ചോദിക്കണം, ഞാൻ ഹിദായത്തിലാണോ അതോ ദലാലത്തിലാണോ? ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ, ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഹിദായത്തിലാണ്, ഞാൻ നോമ്പ് വെക്കുന്നുണ്ടല്ലോ, ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ദാനധർമാദികൾ ചെയ്യുന്നുണ്ടല്ലോ, ദിക്ർ തസ്ബീഹാത്തുകൾ ചെയ്യുന്നുണ്ടല്ലോ, ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ ഹിദായത്തിലാണ്. ഇത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഹിദായത്തിലാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ ഒറ്റ കാര്യമേ അല്ലാഹു തആല വെച്ചിട്ടുള്ളത്. എന്താണെന്നറിയുമോ? ഈ എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് പ്രശ്നങ്ങൾ വന്നാലും എന്റെ അല്ലാഹുവിനെ മാത്രമേ ഞാൻ അതിൽ അടിപിടിപ്പിക്കുകയുള്ളൂ എന്ന മാനസികാവസ്ഥ ആർക്കുണ്ടോ അവൻ ഹിദായത്തിലാണ്. നിസ്കാരത്തോടൊപ്പം, നോമ്പോടൊപ്പം, സക്കാത്തോടൊപ്പം, ഹജ്ജോടൊപ്പം, ദാനധർമാദികളോടൊപ്പം, തസ്ബീഹ് ദിക്റാദികളോടൊപ്പം, ഖുർആൻ പാരായണത്തോടൊപ്പം ഒരു മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളിൽ അല്ലാഹുവല്ലാത്ത ശക്തികളെയോ വ്യക്തികളെയോ വസ്തുക്കളെയോ, വിശദീകരിച്ചാൽ ഒരു നബിയെയോ ഒരു റസൂലിനെയോ ഒരു വലിയനെയോ ഒരു ശൈഖിനെയോ അല്ലെങ്കിൽ ഒരു മലക്കിനെയോ ഒരു ജിന്നിനെയോ അതല്ലെങ്കിൽ ഒരു ദീനാറോ ദിർഹമോ എന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനുണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചു പോകുകയും അതോടൊപ്പം അല്ലാഹുവും ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ദലാലത്തിലാണ്. അവൻ ഹിദായത്ത് നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. പലരും മനസ്സിലാക്കിയത് ഹിദായത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കുക, നോമ്പ് ഒഴിവാക്കുക, സക്കാത്ത് ഒഴിവാക്കുക എന്നാണ്. വല്ലാഹി അല്ല. ഹിദായത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ എന്റെ വിഷയത്തിൽ ഞാൻ അല്ലാഹുവിനെ മാത്രമേ ഇടപെടിപ്പിക്കുകയുള്ളൂ എന്ന ചിന്താഗതിക്ക് പകരം
അല്ലാഹു അല്ലാത്ത മറ്റു പലതിനെയും ഞാൻ ഇടപെടിപ്പിക്കും, എന്റെ കാര്യങ്ങൾ അങ്ങനെ നടക്കുമെന്ന് ചിന്തിക്കുന്നവൻ ദലാലത്തിലാണ്, അവന്റെ ഹിദായത്ത് ബാത്തിലാണ്. ഒരുപക്ഷെ ഒരു വലിയോടാവാം, അല്ലെങ്കിൽ ഒരു ശൈഖോടാവാം, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരാളോടാവാം, അല്ലെങ്കിൽ മരിച്ചുപോയ ഒരു വലിയോടാവാം, അതല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജിന്നോടാവാം, ജീവിച്ചിരിക്കുന്ന ഒരു മലക്കോടാവാം, അല്ലെങ്കിൽ നാം ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ദീനാറിലോ ദിർഹമിനോടോ ആവാം. ഇത്തരം വിഷയങ്ങളുമായിട്ടാണ് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് അടുക്കള പ്രശ്നമായാലും ശരി, അങ്ങാടി പ്രശ്നമായാലും ശരി, അന്താരാഷ്ട്ര പ്രശ്നമായാലും ശരി, ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി, ആകാശവുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി, ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി, അഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട വിഷയമായാലും ശരി, ഒരു മനുഷ്യൻ അവനുണ്ടാകുന്ന പ്രശ്നങ്ങളെ അള്ളാഹുവിനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അള്ളാഹുവിനോടൊപ്പം മേൽപ്പറയപ്പെട്ട എന്തെങ്കിലും ഒന്ന് സ്വപ്നത്തിലെങ്കിലും ആശ്രയത്തിൽ വരുന്നുണ്ടെങ്കിൽ അവൻ ദലാലത്തിലാണ്. അവന്റെ ഹിദായത്ത് ഒന്നെങ്കിൽ ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഡാമേജ് സംഭവിച്ച് ഉപയോഗശൂന്യമായിട്ടുണ്ട്. വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട വിഷയം, നാം നമ്മുടെ ഹിദായത്തിനെ നിലനിർത്തി കൊണ്ടുപോകാൻ എന്ത് ചെയ്യുന്നു എന്നതാണ്. ഹിദായത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ഓശാരമാണ്. ഒരാൾക്ക് സാമർഥ്യം കൊണ്ട് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല, മിടുക്ക് കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല, ഇൽമ കൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. 15 കൊല്ലം കിതാബ് ഓതിയ ആലിമായിരിക്കാം, 25 കൊല്ലം മുദരിസ് ദർസ് നടത്തിയ മുദരിസ് ആയിരിക്കാം, 40 കൊല്ലം മഹല്ലിന്റെ ഖാദിയായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിദായത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതൊന്നും ഹിദായത്തിന്റെ ഷർത്തല്ല. അള്ളാഹുവിൽ നിന്ന് ഹിദായത്ത് കിട്ടാനുള്ള യോഗ്യതയുമല്ല ഇതൊന്നും. ഒരാൾക്ക് ഒന്നും അറിയില്ല, ഖുർആനും അറിയില്ല, ഹദീസും അറിയില്ല, ദിക്ർ ചൊല്ലാനും അറിയില്ല, നോമ്പോക്കാനും അറിയില്ല, നിസ്കരിക്കാനും അറിയില്ല, അതുകൊണ്ട് അയാൾക്ക് ഹിദായത്ത് കിട്ടിക്കൂടാ എന്നും ഇല്ല. നമ്മൾ തിരിച്ചറിയണം. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് വേണ്ടി 950 കൊല്ലവും ബഹുമാനപ്പെട്ട നൂഹ് നബി മെനക്കെട്ടതാ ഹിദായത്ത് കിട്ടാൻ. അല്ലാഹു തആല പറഞ്ഞു, നൂഹ്, നിങ്ങളുടെ ഭാര്യയായി എന്നതുകൊണ്ടൊന്നും ഹിദായത്ത് കിട്ടുകയില്ല. നിങ്ങളുടെ ഭാര്യയെ ഞാൻ ഹിദായത്ത് കൊടുക്കുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അവൾ നരകത്തിലേക്ക് പോകേണ്ടവളാണ് എന്ന് ഖുർആൻ. ഹസ്രത്ത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യ എതിരായിരുന്നു ഹിദായത്തിന്. ഭാര്യയ്ക്ക് വേണ്ടി ഒരുപാട് മെനക്കെടുകയും ദുആ ചെയ്യുകയും ചെയ്ത വ്യക്തിയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൂത്ത് നബിയോട് പറഞ്ഞു, ലൂത്ത്, നിങ്ങളുടെ ഭാര്യ ഹിദായത്തിന്റെ ലിസ്റ്റിൽ ഇല്ല. നിങ്ങളുടെ ഭാര്യയാണ് എന്ന യോഗ്യതയും കൊണ്ടൊന്നും നിർത്തിക്കാരും പറയണ്ട. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. അതിന്റെ യോഗ്യത അല്ലാഹു തആല പറഞ്ഞു, കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈൻ. ആരെന്നറിയുമോ? 2 സ്ത്രീകൾ, എനിക്ക് ഇഷ്ടപ്പെട്ട 2 നബിമാരുടെ ഭാര്യമാരായിരുന്നു അവർ. പക്ഷെ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു റസൂലിന്റെയും നബിയുടെയും ഭാര്യയാണ് എന്നതുകൊണ്ട് അല്ലാഹുവിൽ നിന്ന് കിട്ടേണ്ട ഹിദായത്ത് അവർ സമ്പാദിച്ചിട്ടില്ല. വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. നരകത്തിൽ കരിഞ്ഞൊടുങ്ങുന്നവരോടൊപ്പം ആ 2 പെണ്ണുങ്ങളും ഒടുങ്ങുന്നതാണ്. എന്താണ് യോഗ്യത കുറവ്? എന്താ യോഗ്യത കുറവ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ യോഗ്യതയൊന്നും ഇല്ല എന്നതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല എന്നാലും കരുതണ്ട. എനിക്ക് ഇൽമില്ല, ഞാൻ കിതാബ് ഓതി പഠിച്ചിട്ടില്ല, ഞാൻ ഇന്നലെ വരെ തെക്കോട്ടും വടക്കോട്ടും ഏറാവാറ നടന്നവനാണ്, അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് കിട്ടാനാ ഹിദായത്ത് എന്നൊന്നും ആരും വിചാരിക്കണ്ട. അല്ലാഹു തആല ഹിദായത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, നീ ഫിർഔന്റെ ഭാര്യ ആസിയാനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതിയാണ്. ആരാണ് ആസിയ? ഫിർഔന്റെ ഭാര്യ. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദീനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുടുംബം ഫിർഔന്റെ കുടുംബം. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഇസ്ലാമിനെയും കൊല്ലാൻ അധികാരത്തെയും പണത്തെയും ഉപയോഗപ്പെടുത്തിയ വ്യക്തി ഫിർഔൻ. ആ ഫിർഔന്റെ ഭാര്യയാണ് ആസിയ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആസിയക്ക് ഹിദായത്ത് നൽകി. യോഗ്യത നോക്കിയിട്ടല്ല, ഒരു യോഗ്യതയില്ല, ഫിർഔന്റെ ഭാര്യ എന്നുള്ള യോഗ്യത അല്ലാതെ. ളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്തിന്റെ വില എത്രത്തോളം വലുതാണെന്ന്. നൂഹിന്റെയും ലൂത്തിന്റെയും ഭാര്യമാരെ പറ്റി നിങ്ങൾ ആലോചിക്കണം.
അതേപോലെ തന്നെ നിങ്ങൾ ഫിർഔന്റെ ഭാര്യ ആസിയയെ പറ്റിയും ആലോചിക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഹിദായത്ത് എത്രമാത്രം അമൂല്യമാണ് എന്ന് നമ്മളോടാണ് അല്ലാഹു തആല ഖുർആൻ ശരീഫിലൂടെ പറയുന്നത്, സൂറത്തു തഹ്രീമിലൂടെ. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് ഹിദായത്ത് കിട്ടിയവരും ഹിദായത്ത് കിട്ടാത്തവരുമുണ്ട്. മുസ്ലിമീങ്ങളിൽ ഹിദായത്ത് കിട്ടിയവരാരാണ്? അവരെ ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്ന് വീർപ്പ് മുട്ടിയാലും അല്ലാഹു അല്ലാത്തൊരു ശൈഖിനെയോ വലിയനെയോ നബിയെയോ റസൂലിനെയോ ജിന്നിനെയോ മലക്കിനെയോ വേണ്ട, അനുവദിക്കപ്പെട്ട അസ്ബാബുകളായ ദീനാറ് ദിർഹമുകളെ പോലും ആശ്രയിക്കുന്ന പ്രശ്നമില്ലാത്തൊരു മനസ്സ്, അവരാണ് ഹിദായത്ത് കിട്ടിയവർ. എത്ര പേര്? വളരെ ചെറിയ ന്യൂനപക്ഷം, വളരെ ചെറിയ ന്യൂനപക്ഷം. 1,00,000 പേര് മുസ്ലിമാണെങ്കിൽ അതിൽ 1000 പേർക്ക് മാത്രമേ മൂമിനാവാൻ പറ്റുകയുള്ളൂ. 1000 മൂമിനീങ്ങൾ ഉണ്ടെങ്കിൽ 10 പേർക്ക് ഇഹ്സാന്റെ ദർജയിൽ ഈ പറയപ്പെട്ട ക്വാളിഫിക്കേഷൻ യോഗ്യത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതെ, അള്ളാഹു അത്രയും പ്രതീക്ഷിക്കുന്നുള്ളൂ. ലക്ഷോപലക്ഷം ജനം ജീവിക്കുന്ന ഇറാഖ് പട്ടണത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിദായത്ത് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ 72 82 കുടുംബക്കാരോ വ്യക്തികളോ ആണ് നൂഹ് നബിയെ പിന്തുടർന്നത്. 950 കൊല്ലം മെനക്കെട്ടിട്ട് ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളിടയിൽ പ്രവർത്തിച്ചിട്ട് 72 ആളെ മാത്രമേ ഹിദായത്തിന്റെ ലിസ്റ്റിൽ കിട്ടിയിട്ടുള്ളൂ. നൂഹ് നബിക്ക്. നൂഹ് നബി പ്രബോധനം ചെയ്തത് ആരിലാണ്? മുസ്ലിമീങ്ങളിലാണ്. മുസ്ലിമീങ്ങളിലാണ്. ആര് പറഞ്ഞു മുസ്ലിമീങ്ങൾ? ഈ കാഫിർ മുശ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നതിന്റെ അർത്ഥം എന്താ? ഏതെങ്കിലും റസൂലിന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളല്ലാത്തവരോട് ദഅവത്ത് ചെയ്ത ചരിത്രം പറഞ്ഞുതരാൻ പറ്റുമോ നിങ്ങൾക്ക്? ഏതെങ്കിലും റസൂല് മുസ്ലിമീങ്ങളല്ലാത്തവരിലേക്ക് ദഅവത്തിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ റിസാലത്ത് മുസ്ലിങ്ങളോടായിരുന്നില്ലേ? എന്താണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യത്തിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി, അല്ലേ? ഞാനാണ് നൂഹിനെ അവരെ ഖൗമിലേക്ക് റസൂലാക്കി നിയോഗിച്ചത്. ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി. ആരായിരുന്നു ആ ഖൗം? ആരായിരുന്നു ആ ഖൗം? ഹിന്ദുക്കളായിരുന്നോ? നൂഹ് നബിയുടെ ജീവിതകാലത്ത് അങ്ങനത്തെ ഒരു മതം ഉണ്ടായിരുന്നോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മരണത്തിന് ശേഷമല്ലേ അത്തരത്തിലൊരു മതം രൂപീകൃതമാകുന്നത്? നൂഹ് നബിയുടെ മരണത്തിന് ശേഷമല്ലേ ദ്രാവിഡ മതം രൂപീകൃതമാകുന്നത്? അതും ഇസ്ലാമിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട്. എന്താണ് ദ്രാവിഡ മതത്തിന്റെ വിശ്വാസ പ്രമാണം? കാര്യങ്ങളൊക്കെ നടത്തിത്തരേണ്ടത് ദൈവമാണ്, അല്ലാഹുവാണ്. ആ അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ കിട്ടാൻ ഇടയാളുകളായിട്ടാണ് ദേവീദേവന്മാർ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമല്ലേ ആര്യമതം ഉണ്ടായത്? എന്താണ് ആര്യമതം? കാര്യങ്ങൾ മുഴുവനും നടത്തിത്തരേണ്ടത് അല്ലാഹുവാണ്, ദൈവമാണ്. ആ അല്ലാഹുവിനെ സ്വന്തമാക്കാൻ ഇടയാളുകളാണ് ദേവീദേവന്മാർ, അല്ലേ? അല്ലേ? അല്ലാഹുവിനെ അംഗീകരിക്കുന്ന കാര്യത്തിൽ ഏത് മതക്കാരാണ് വിയോജിപ്പ്? ഭൂലോകത്ത് നിലവിൽ വന്ന മതങ്ങളിൽ ഏത് മതമാണ് അല്ലാഹുവിനെ നിഷേധിച്ചത്? ഏത് മതക്കാരാണ് അല്ലാഹുവിനെ നിഷേധിച്ച മതങ്ങളുടെ ലോകത്ത്? പ്രമാണം വെച്ചിട്ട് തെളിയിക്ക്, ചരിത്രം പറഞ്ഞ് തെളിയിക്ക്. വെറുതെ നാമോട് വർത്താൻ പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളികൾ ഭൂലോകത്ത് 313 റസൂലുകളെ അയച്ചില്ലേ അല്ലാഹു തആല? ഈ 313 റസൂലുകളിൽ ഏതെങ്കിലും ഒരു റസൂല് വേറെ ഏതെങ്കിലും മതത്തിലേക്ക് വന്നതാണോ? അതോ പാരമ്പര്യ മുസ്ലിമീങ്ങളിലേക്ക് വന്നതാണോ? ചരിത്രം പരിശോധിക്കാം. ആദ്യത്തെ റസൂൽ നൂഹ് നബിയാണ്. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലല്ല, നബിയാണ്. എന്തുകൊണ്ടാണ് നബി മാത്രമായത്? മുസ്ലിമീങ്ങൾക്ക് തൽബിയത്തും തസ്കിയത്തും കൊടുക്കാനുള്ള ആളാണ് നൂഹ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. റസൂലിന്റെ ആവശ്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. രണ്ടാമത് വന്നത് ശീസ് നബിയാണ്. നബിയാണ്, റസൂലല്ല. എന്തുകൊണ്ട്? റസൂലിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം മുസ്ലിമീങ്ങൾ ആരും ശിർക്കിലേക്ക് പോയിട്ടില്ല. മൂന്നാമത്തെ നബി ഇദ്രീസ് നബിയാണ്. റസൂൽ ആയിരുന്നില്ല, നബിയാണ്. എന്തുകൊണ്ട്? ആ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളും ശിർക്കിലേക്ക് പോയിട്ടില്ല, അവർ ഇസ്ലാമിലാണ്. നാലാമത്തെ നബിയാണ് നൂഹ് നബി. ഒന്നാമത്തെ റസൂലുമാണ് നൂഹ് നബി. അല്ലാഹു തആല നൂഹ് നബിക്ക് റിസാലത്ത് കൊടുത്തു. നാലാമത്തെ നബുവത്തും ഒന്നാമത്തെ റിസാലത്തും. എന്തുകൊണ്ട്? അന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് പോയി അവരെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവർ മുസ്ലിമീങ്ങളാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങൾ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ശീസ് നബിയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ഇദ്രീസ് നബിയുടെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങൾ നൂഹ് നബിയുടെ കാലഘട്ടത്തിലുള്ള മുസ്ലിമീങ്ങൾ, ഇറാഖികൾ കൃത്യമായി നിസ്കരിക്കുന്നവരായിരുന്നു ആദം നബിയുടെ ശരീഅത്തനുസരിച്ച്. കൃത്യമായി നോമ്പ് നോക്കുന്നവരായിരുന്നു ആദം നബിയുടെ ശരീഅത്തനുസരിച്ച്. കൃത്യമായി ദിക്ർ തസ്ബീഹാത്തുകൾ നിർവഹിക്കുന്നവരായിരുന്നു. കൃത്യമായി ദർസുകൾ നടത്തുന്നവരും മുദരിസുകളും ആലിമികളും ഖാദിമാരും ഉണ്ടായിരുന്നു.
അവർ പള്ളികളിലെ ഇമാമുകളും ഖത്തീബുമാരുമായിരുന്നു. അവരിലേക്കാണ് നൂഹ് നബിയെ നിയോഗിച്ചത്. അള്ളാഹു പറഞ്ഞത് എന്താണ്? അള്ളാഹു പറഞ്ഞത് ഇന്നാ അർസൽനാ നൂഹ, ഞാനാണ് നൂഹിനെ റസൂലാക്കി നിയോഗിച്ചത്, ഇലാ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ഖൗമിലേക്ക്. അത് എന്താണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞത്? അൻ അൻദിർ ഖൗമക, ഓ നൂഹ്, നിങ്ങളെ ജനങ്ങൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം, ഏറ്റവും പെട്ടെന്ന് തെറ്റ് തിരുത്താൻ പറയണം. മിൻ ഖബിലി അൻ യഅതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്നതിന് മുമ്പ് അവരോട് തെറ്റ് തിരുത്താൻ പറയണമെന്ന മുന്നറിയിപ്പ് കൊടുക്കാനാണ് ഞാൻ നൂഹിനെ ആ ഖൗമിലേക്ക് നിയോഗിച്ചത്. നാം വളരെ വ്യക്തമായി ചോദിക്കുന്നു മുസ്ലിമീങ്ങളോട്, ഉലമാക്കളോട്, സംഘടനകളോട്, പ്രസ്ഥാനങ്ങളോട്, തലപ്പത്തിരിക്കുന്നവരോട്, കീഴ്പ്പത്തിരിക്കുന്നവരോട്, മുദരിസുകളോട്, ഖാദിമാരോട്, ഖത്തീബുമാരോട്, പണ്ഡിതന്മാരോട്, എഴുത്തുകാരോട്, ലേഖനക്കാരോട് നമ്മൾ പലവണ കൃത്യമായി ചോദിക്കുന്നു, ബഹുമാനപ്പെട്ട നൂഹ് നബിയുടെ ഖൗമിൽ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് മുന്നറിയിപ്പുമായിട്ട് റസൂൽ വന്നത്? എന്ത് തെറ്റാണ് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും താരീഖ് കൊണ്ടും നൂഹ് നബിയുടെ ഖൗമ് ചെയ്ത പരസ്യമായ തെറ്റ് എന്ത് തെറ്റാണ്? തെളിയിക്കാൻ പറ്റുമോ? എന്ത് ഫവാഹിഷുകളാണ്? ലൂത്ത് നബിയുടെ തെറ്റിനെ, ഖൗമിന്റെ തെറ്റിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ഖൗമ് ചെയ്ത തെറ്റിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ശുഐബ് നബി ചെയ്ത തെറ്റിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സ്വാലിഹ് നബിയുടെ ഖൗമ് സമൂഹം ചെയ്ത തെറ്റിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആദ് യഹൂദ് നബിയുടെ ഖൗമ് ചെയ്ത തെറ്റിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈസ നബിയുടെ ഖൗമിനെ പറ്റി തെറ്റിനെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വന്ന ഖൗമിനെ പറ്റി തെറ്റെന്താണ് ഖുർആൻ പറഞ്ഞത്? ഒരൊറ്റൊരു തെറ്റ് മാത്രം. എന്താണത്? 5 ഔലിയാക്കളുടെ ജാറത്തിൽ ചെന്നിട്ട് ഇലാഹ നടത്തി വിളിച്ചു എന്ന തെറ്റ് മാത്രം. അത് തിരുത്തുന്നില്ലെങ്കിൽ, അഥവാ എത്രയും പെട്ടെന്ന് 5 ജാറങ്ങൾ അടച്ചു പൂട്ടുന്നില്ലെങ്കിൽ കടുത്ത ശിക്ഷ വരാൻ പോകുന്നു അള്ളാഹ് പറഞ്ഞിട്ട് നൂഹ് നബി വന്നിട്ട് പറഞ്ഞത് ഖുർആൻ നിഷേധിക്കുന്ന ധൈര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിശദീകരണം പറയാം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ന് തെറ്റിയതിന്റെ പേരിലാണ് ആ ഖൗമിനോട് മുന്നറിയിപ്പ് നൽകിയത്. ഇന്ന് തെറ്റ് ചെയ്തിട്ടാണ് അവർക്ക് വെള്ളപ്പൊക്കം വന്നിട്ട് എല്ലാവരും നശിച്ചത്. ഇന്ന് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ പ്രമാണബന്ധിതമായി? ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും താരീഖിന്റെയും പിൻബലം വെച്ചുകൊണ്ട് ജാറവുമായി ബന്ധപ്പെട്ട മുസ്ലിമീങ്ങളെ നശിപ്പിക്കുകയായിരുന്നു അള്ളാഹു എന്നതല്ലാതെ വേറെ ഏതെങ്കിലും മതവുമായിട്ട് ആ കാലഘട്ടത്തെ ബന്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കൂല. കടുത്ത ശിക്ഷ വരുന്നതിന് മുമ്പ് തിരുത്താൻ പറയണം. അതിനാണ് നൂഹ് നബിയെ നിയോഗിച്ചത്. അവരാകെ ചെയ്ത തെറ്റെന്താ? അവർ പള്ളിയിലെ ഖത്തീബുമാരായിരുന്നു, മുദരിസുമാരായിരുന്നു, ഖാദിമാരായിരുന്നു, അവർ മുസ്ലിം നിസ്കരിക്കുന്നവരായിരുന്നു, നോമ്പോക്കുന്നവരായിരുന്നു. വേറെ മതാചാരങ്ങളൊന്നും നാട്ടിലേക്ക് കടന്നുകൂടിയിട്ടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറയാണ്. 10 തലമുറയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കുല്ലുഹും ഫി തൗഹീദ്, ഒരു വിശ്വാസപരമായി ഒരു തെറ്റും സംഭവിച്ചിട്ടില്ലാത്തവരാണ് നൂഹ് നബിന്റെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ. 10 തലമുറ. 11ാമത്തെ തലമുറയാണ് ജാറത്തിലെത്തിയത്. വദ്ദിന്റെ ജാറത്തിൽ, വദ്ദ് റഹ്മഹുല്ലാന്റെ ജാറത്തിൽ, സുവാൽ റഹ്മഹുല്ലാന്റെ ജാറത്തിൽ, പറയാൻ കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയ 5 ജാറത്തിൽ കിടക്കുന്ന ഔലിയാക്കളെ പറ്റി പറഞ്ഞത് ഔലായി യസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ് എന്നാണ് ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ. സൂറത്ത് നൂഹിൽ ഈ പേര് 5 പറഞ്ഞിട്ടുണ്ട്. ലാ തദറുന്ന ആലിഹതക്കും, നിങ്ങൾ ജാറങ്ങളെ വിട്ടേക്കണ്ട കേട്ടോ എന്ന് ഉലമാ പ്രസംഗിച്ചോന്ന്. വലാ തദറുന്ന വദ്ദ, വദ്ദ് തങ്ങളെ വിട്ടേക്കണ്ട കേട്ടോ. വലാ സുവാഅ, സുവാഅ തങ്ങളെ വിട്ടേക്കണ്ട കേട്ടോ. വലാ യഊക വയഊസ വനസ്ര, യഊക തങ്ങളെയും യഊസ് തങ്ങളെയും നസ്ർ തങ്ങളെയും വിട്ടിട്ട് കേട്ടോ. അവരെടുത്ത് പോയിട്ട് ഇലാഹ നടത്തി പറഞ്ഞ് വസീലയും ജാഹും ബറക്കത്തും പറഞ്ഞിട്ട് അല്ലാഹു ചോദിച്ചോളണം കേട്ടോ എന്ന് ഉലമാക്കൾ പ്രസംഗിച്ചപ്പോൾ നൂഹ് നബി പറഞ്ഞു അത് വിട്ടേ പറ്റൂ, അല്ലെങ്കിൽ കടുത്ത ശിക്ഷ വരുന്നുണ്ട് എന്ന്. ചരിത്രം കൃത്യമായി പഠിച്ചു, ഒളിപ്പിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. 15 കൊല്ലമായി ഇത് സമൂഹത്തോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ കേരളത്തിലെ പണ്ഡിത വിഭാഗത്തോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ മുന്നറിയിപ്പുമായിട്ട് നൂഹ് നബി വന്നത്? ഈ 5 ജാറങ്ങൾ പോയിട്ട് ഹിലാദത്തും ജാവും ബർക്കത്തും പറഞ്ഞതല്ലാത്ത വേറെ എന്ത് തെരസ്കാരം ഒഴിവാക്കുന്നവരായിരുന്നോ? അവർ നോമ്പ് ഒഴിവാക്കിയവരായിരുന്നോ? അവർ സക്കാത്ത് ഹജ്ജ് ഒഴിവാക്കിയവരായിരുന്നോ? അവർ ദിക്ർ തസ്ബീഹത്തുകൾ ഒഴിവാക്കിയവരായിരുന്നോ? അവർ ആഖിറത്തെ പറ്റിയുള്ള ചിന്തയില്ലാത്തവരായിരുന്നോ? അവർ സ്വർഗ്ഗത്തിന് വേണ്ടി അല്ലാഹുവോട് ചോദിക്കാത്തവരായിരുന്നോ? അവർ നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നവരായിരുന്നില്ലേ? എന്നിട്ടും അല്ലാഹു ഇത്രയും കടുത്ത ശിക്ഷ അവരുടെ നടപ്പിലാക്കുമെന്ന് നൂഹ് നബിയെ അയച്ചിട്ട് മുന്നറിയിപ്പ് കൊടുത്തത് ജാറങ്ങൾ വഴി ഷഹാദത്ത് ബാത്തിലാക്കിയതിന്റെ പേരിലല്ലെങ്കിൽ പിന്നെന്താ? ചരിത്രത്തിൽ ഇങ്ങോട്ട് പോവാം, മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലഘട്ടത്തിലേക്ക് പോവാം.
മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ റസൂലായിട്ട് വന്നത് ആരിലേക്കാണ്? ഏതെങ്കിലും ഒരു പ്രത്യേക മതക്കാരിലേക്കാണോ? ആയിരുന്നോ? അഷ്റഫുൽ ഖൽഖിന്റെ ആരംഭത്തിലുള്ള പ്രാഥമിക കാര്യം ഇബ്രാഹിമി ശരീഅത്തിൽ ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമീങ്ങളായിരുന്നില്ലേ? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായിട്ട് 4500 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ജനിക്കുന്നത്? അല്ലേ? 4500 കൊല്ലത്തിനിടയിൽ വേറെ നബിയോ റസൂലോ ഉണ്ടായിരുന്നോ ചരിത്രത്തിൽ? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയല്ലേ മുഹമ്മദ് മുസ്തഫ തങ്ങൾ? നേരെ മറിച്ച് അപ്പുറത്ത് ഇസ്ഹാഖ് നബിന്റെ പാരമ്പര്യത്തിൽ 10,000 കണക്കിന് നബിയും റസൂലും വന്നില്ലേ? എന്താ കാര്യം? ഓരോ നബി വഫാത്താകുമ്പോഴും ജാറത്തിലേക്ക് പോകാൻ തുടങ്ങി ഇസ്രായേലി സമൂഹം. അതുകൊണ്ടല്ലേ ആ ഭാഗത്ത് റസൂലുകളും നബികളും ഇത്രയധികം വരേണ്ടി വന്നത്? അതേ സന്ദർഭത്തിൽ ഇബ്രാഹിമിന്റെ സന്തതികൾ ജാറങ്ങളെ പോയി കണ്ടിട്ടില്ല, ഇലാഹുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, ജാഹുവർക്കത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. കഅബാലയത്തിന്റെ പരിസരവാസികളായ ഖുറൈശി കൂട്ടം ഇസ്മായിലിന്റെ പേരക്കുട്ടികൾ പ്യൂർ മുവഹ്ഹിദീങ്ങളും മുസ്ലിമീങ്ങളുമായിരുന്നില്ലേ? 4000 കൊല്ലത്തോളം അതിലൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ ചരിത്രത്തിൽ. വന്നിട്ടുണ്ടോ? കഅബാലയം തൗഹീദിന്റെ വീടായിരുന്നില്ലേ 4000 കൊല്ലത്തോളം? ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലം മുതൽ അഷ്റഫുൽ ഖൽഖിന്റെ 5ാമത്തെ ഉപ്പാപ്പ ഖുസൈന്റെ കാലം വരെ പ്യൂർ തൗഹീദിന്റെ രാജ്യമായിരുന്നില്ലേ മക്ക മുക്കറമ? 4000 കൊല്ലം പ്യൂർ ഈമാൻ രാജ്യമായിരുന്നില്ലേ മക്ക മുക്കറമ? ഇബ്രാഹിമി ശരീഅത്ത് അനുസരിച്ച് ഇസ്മായിലിന്റെ നബുവത്ത് അംഗീകരിച്ച് ജീവിച്ചതായിരുന്നില്ലേ ഖുറൈശി കൂട്ടം? അഷ്റഫുൽ ഖൽഖിന്റെ ഉപ്പാപ്പ 5ാമത്തെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദുമനാഫ്, ഖുസൈ. ഈ ഖുസൈന്റെ കാലഘട്ടത്തിലെ ആദ്യമായി കഅബാലയത്തിന്റെ അടുത്തേക്ക് സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ശൈഖിന്റെ രൂപം നിർമ്മിച്ച് ജാറമുണ്ടാക്കിയത് അല്ലേ? അതുമുതലല്ലേ ഖുറൈശി കൂട്ടത്തിൽ ശിർക്ക് വന്നു ചേരാൻ തുടങ്ങിയത്? എന്നിട്ടും അറബികൾ അംഗീകരിച്ചോ? ഖുസൈ എന്ന പണക്കാരൻ, ഖുസൈ എന്ന കച്ചവടക്കാരൻ സിറിയയിൽ നിന്ന് കൊണ്ടുവന്ന ഏതോ വലിയന്റെ രൂപം കഅബാലയത്തിന്റെ പരിസരത്ത് സ്ഥാപിക്കാൻ മെനക്കെട്ടപ്പോൾ അറബികൾ 2 ഗ്രൂപ്പായില്ലേ? മക്കത്തെ മുശ്രിക് ഖുറൈശികൾ 2 ഗ്രൂപ്പായി. ഒരു ഗ്രൂപ്പ് ഇബ്രാഹിമി മില്ലത്തിൽ നിന്ന് തെറ്റാൻ തയ്യാറായില്ല. അല്ലാഹുവിലേക്ക് ചേരാൻ നമുക്ക് ഒന്നിന്റെയും ഇടയാൾ ആവശ്യമില്ല. നമ്മുടെ ഉപ്പ ഇബ്രാഹിം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് എന്ന്. വേറൊരു കൂട്ടക്കാരും ഖുസൈനെ സപ്പോർട്ട് ചെയ്തു. ഖുസൈ എന്താ പറഞ്ഞത്? ഇത് വിശ്വാസത്തിന്റെ ഭാഗമല്ല, ബിസിനസിന്റെ ഭാഗമാണ്. സിറിയയിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാണ് നമ്മൾ, യമനിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാണ് നമ്മൾ, റോമിലേക്ക് കച്ചവടത്തിന് പോകുന്നവരാണ് നമ്മൾ. അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കച്ചവടം ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ആദ്യത്തെ ജാറം കഅബത്തിലേക്ക് വന്നത്? ഇന്നും ജാറങ്ങൾ ബിസിനസിന്റെ ഭാഗമല്ലേ, ആരാധനയുടെ ഭാഗമാണോ? ചരിത്രം നന്നായിട്ട് പഠിച്ചേ പറ്റൂ. വെറുതെ മുസ്ലിമാണ് ഇസ്ലാമാന്ന് പറഞ്ഞിട്ട് ബാധിച്ചു നടന്നിട്ടൊന്നും കാര്യമില്ല. മെമ്പർഷിപ്പ് എടുത്തിട്ടും കാര്യമില്ല. ചരിത്രത്തിൽ നിന്ന് പൂർണ്ണമായും തൗഹീദിന്റെ രാജപാത മെനക്കെട്ട് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഒരു ചെറിയ ന്യൂനപക്ഷത്തെ മാത്രമേ അല്ലാഹു വിജയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മഹാഭൂരിപക്ഷത്തെ നരകത്തിലേക്ക് പോകാൻ അല്ലാഹു ആഗ്രഹിക്കുന്നത്. വലൗ ശീനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നം മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുത്തേനെ. നാം അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. മനുഷ്യ സമൂഹത്തിൽ ചെറിയ ന്യൂനപക്ഷത്തിന് മാത്രമേ ഹിദായത്ത് കൊടുക്കാൻ നാം ആഗ്രഹിക്കുന്നുള്ളൂ. വലാകിൻ ഹഖൽ ഖൗലു മിന്നി, നമ്മുടെ ദർബാർ തീരുമാനമെടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. ലഅംലഅന്ന ജഹന്നം, ജഹന്നം കത്തിച്ചൊലിക്കുന്ന നരകത്തെ തീർച്ചയായിട്ടും ഞാൻ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നത്തി, ജിന്നുവർഗത്തെ കൊണ്ടും വന്നാസി, മനുഷ്യവർഗത്തെ കൊണ്ടും അജ്മഈൻ. ഖുർആനിലെ കൂട്ടരെ സൂറത്തുൽ സജ്ദ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായിട്ട് വരുന്നത് ആരിലേക്കാണ്? പാരമ്പര്യ മുസ്ലിമീങ്ങളിലേക്ക്. അന്ന് മക്കത്ത് വേറെ ഏതെങ്കിലും മതക്കാരുണ്ടായിരുന്നോ? അന്ന് മക്കയിൽ ജൂത മതക്കാരുണ്ടായിരുന്നോ? അന്ന് മക്കയിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നോ? അന്ന് മക്കയിൽ ആര്യ മതക്കാരുണ്ടായിരുന്നോ? അന്ന് മക്കയിൽ ദ്രാവിഡ മതക്കാരുണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു മതം അന്ന് മക്കത്തുണ്ടായിരുന്നോ? അഷ്റഫുൽ ഖൽഖ് നബിയായിട്ട് വരുമ്പോൾ ഇബ്രാഹിമി ശരീഅത്തും തരീഖത്തും അനുസരിച്ച് തൗഹീദിന്റെ വക്താക്കൾ ഒരു ഭാഗത്ത്, അല്ലാഹുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഔലിയാക്കളുടെ സഹായം വേണമെന്ന് പറയുന്ന ആൾക്കാർ മറ്റൊരു ഭാഗത്ത്. ഈ 2 വിഭാഗമല്ലേ അന്നുണ്ടായിരുന്നത്? പിന്നെ മുഹമ്മദ് നബി റസൂലായിട്ട് വന്നത് ആരിലേക്കാണ്? അല്ലാഹുവിനെ കിട്ടണമെങ്കിൽ ഔലിയാക്കളായ ഇടയാൾ വേണമെന്ന് പറയുന്നവരെ മുസ്ലിമാക്കാൻ അല്ലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? വേറെ ഏതോ മതക്കാരെ മതമാറ്റം വന്ന നിബിധരണം കള്ളത്തരം പറയുന്നത് അഷ്റഫുൽ പറ്റി. അല്ലാഹുവിന്റെ മേൽ കള്ളം ആരോപിക്കരുത്. വല്ലാഹി അഷ്റഫുൽ ഖൽഖ് വേറെ ഏതോ മതക്കാരെ മതം മാറ്റാൻ വന്നതല്ല. പാരമ്പര്യ മുസ്ലിമീങ്ങളെ ഒറിജിനൽ മുസ്ലിമീങ്ങളാക്കാൻ വന്നവരാണ്. അന്നബുവത്തു ലിത്തർബിയ വൽറിസാലത്തു ലിദ്ദഅവ. ആയിരുന്നില്ലേ?
റസൂലായിട്ട് വരുന്നതിന് മുമ്പ് പ്യൂർ മുസ്ലിമീങ്ങൾ ജീവിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മക്കയില്. ഇബ്രാഹിം ശരീഅത്തനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയ മഹാന്മാരുണ്ടായിരുന്നില്ല മക്കയില് ഖുറൈശി കൂട്ടത്തില്. നമ്മൾ ആകെ പ്രസംഗിച്ച് എഴുതി ജാറത്ത് സ്ഥാപിക്കാൻ വേണ്ടി മൊല്ലമാരെന്ത് ചെയ്തെന്നറിയോ? ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ഏതോ കാട്ടിയാദിക്കാരാണ്, അവരെ നന്നാക്കാൻ, അവരെ അള്ളാഹ് അവർക്ക് പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി വന്നത് എന്ന്. വല്ലാഹി അത് കളവല്ലേ സമൂഹത്തിന്റെ മേൽ. അന്ന് ലോകത്ത് ജീവിച്ച ഏറ്റവും നല്ല തറവാട്ടുകാരായിരുന്നില്ല ഖുറൈശികൾ? അന്ന് ലോകത്ത് ജീവിച്ച ഏറ്റവും നല്ല ബുദ്ധിമാന്മാരായിരുന്നില്ല ഖുറൈശികൾ? അന്ന് ലോകത്ത് ജീവിച്ച ഏറ്റവും വലിയ വിവരസ്ഥന്മാരായിരുന്നില്ല ഖുറൈശികൾ? ആയിരുന്നില്ലേ? നിഷേധിക്കാൻ ഒക്കുമോ? അബൂ താലിബിന്റെ പാണ്ഡിത്യം നിഷേധിക്കാൻ കുട്ടിക്ക് ഒക്കുമോ? ഖത്താബിന്റെ മകൻ ഉമറിന്റെ പാണ്ഡിത്യം നിഷേധിക്കാൻ ഒക്കുമോ? ഹംസത്തുൽ അബ്ദുൽ മുത്തലിബിന്റെ പാണ്ഡിത്യം നിഷേധിക്കാൻ ഒക്കുമോ? അവരൊക്കെ ഖുറൈശി തറവാട്ടിലെ മഹാപണ്ഡിതന്മാരായിരുന്നില്ല അവർ? അബൂ താലിബ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? ആ കാലഘട്ടത്തിലെ അറബി ഭാഷയുടെ അഗ്രഗണ്യനായിരുന്നില്ലേ അബൂ താലിബ്? അബൂബക്കർ സിദ്ദീഖ് ആരായിരുന്നു? ആ കാലഘട്ടത്തിൽ ഗോത്രവർഗത്തെ പറ്റി കൃത്യമായ അറിവും വിവരമുള്ള പണ്ഡിതനായിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖ്? ഇവരൊക്കെ വേറെ മതത്തിൽ ഇസ്ലാമിലേക്ക് വന്നാണോ വിശ്വസിക്കേണ്ടത്? വിഡ്ഢിത്തമല്ലേ അത്? ജഹാലത്തല്ലേ അത്? അതെ, നമ്മുടെ നാട്ടിലാണ് ഒരു പ്രചരണം ഉണ്ടായത്. എന്താണെന്നറിയോ? ജാറക്കാരെ രക്ഷപ്പെടുത്താൻ. ജാറക്കാരെ രക്ഷപ്പെടുത്തണമെങ്കിൽ മുഹമ്മദ് നബി വേറെ മതക്കാരിലേക്ക് വന്നാണ് സ്ഥാപിക്കണം. നമ്മുടെ മതം അന്നുണ്ട് അള്ളാന്റെ ആളായിട്ട്. അവരെല്ലാം മൗലിയാക്കടുത്ത് പോകുന്ന ആളായിരുന്നു. നമ്മളും അങ്ങനെ അള്ളാഹിലേക്കടുത്ത് പോകുന്ന ആളാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ശീലി പുരോഹിതന്മാര് ചെയ്ത കള്ളത്തരമായിരുന്നു. ഖുറൈശി കൂട്ടം വേറെ ഏതൊരു മതത്തിലാണ്, അവരെ മതം മാറ്റാൻ വേണ്ടി വന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് കളവാണ്. അഷ്റഫുൽ ഖൽഖ് വന്നത് അല്ലാഹുവിനെ നന്നായിട്ട് അറിയാവുന്ന, അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്ന, അല്ലാഹുവിന്റെ റുബൂബിയത്ത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ, അല്ലാഹുവിന്റെ മാലിക്കിയത്തും ഖാലിഖിയത്തും തദബ്ബുരിയത്തും മുദബ്ബിരിയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തവർ. അല്ലാഹു മാത്രമേ ഉള്ളൂ, വേറെ ഒരാളില്ല എന്ന് പറയാനാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിൽ പറയുമ്പോൾ ലാ റബ്ബ ഇല്ലല്ലാഹ്. മുഹമ്മദ് നബി ലാ റബ്ബ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോൾ പ്രശ്നം ഉണ്ടായത്. കാരണം ലാ റബ്ബ റുബൂബിയത്ത് ഖുറൈശികൾ അംഗീകരിക്കുന്നു, ലോകത്തുള്ള മുഴുവൻ മതക്കാരും അംഗീകരിക്കുന്നത് പോലെ. നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഹിന്ദു മതസ്ഥർ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാ, അവർ ദൈവത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അതിനാണ് ദേവി ദേവന്മാരെ ഇടയാളുകളാക്കിയവർ. ക്രിസ്ത്യാനികൾ അല്ലാഹുവിനെ മാത്രം അറിയുന്നവരാണ്, അല്ലാഹുവിനെ മാത്രം വിധവം ചെയ്യുന്നവരാണ്, അല്ലാഹുവിനെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാ. അതിനാണ് അവർ ഈസയെയും മറിയത്തെയും ഇടയാളുകളാക്കിയത്. ജൂതന്മാർ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാ, അല്ലാഹുവിനെ മാത്രം അംഗീകരിക്കുന്നവരാ. അല്ലാഹുവിനെ കിട്ടണമെങ്കിൽ ഇടയാൾ വേണം. അതിനാണ് അവർ ഹുസൈനെ ഇടയാളാക്കിയത്. ശിയാക്കൾ അല്ലാഹുവിനെ അംഗീകരിക്കുന്നവരാ, അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നവരാണ്, അല്ലാഹ്ക്ക് വേണ്ടി നോമ്പ് വെക്കുന്നവരാണ്. അല്ലാഹുവിനെ സ്വന്തമാക്കണമെങ്കിൽ ഇടയാൾ വേണം. അതിനാണ് മൊഹീശിക്കങ്ങളും അമൃതത്വങ്ങളും മതത്വങ്ങളൊക്കെ ഉണ്ടായത്. ഇതെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട മതക്കാരാണ്. ഇതെല്ലാം ഒരേ വിഭാഗത്തിൽപ്പെട്ട മതക്കാരാണ്. നോഹിന്റെ റിസാലത്തും നുബുവത്തും അംഗീകരിച്ചവർ ക്രമേണ ഇടയാളുകൾക്ക് വേണ്ടി ദ്രാവിഡന്മാരായി. ഇബ്രാഹിം നബിന്റെ നുബുവത്തും റിസാലത്തും അംഗീകരിച്ചവർ ഇടയാളുകൾക്ക് വേണ്ടി ആര്യമതക്കാരായി. മൂസ നബിന്റെ റിസാലത്തും നുബുവത്തും അംഗീകരിച്ചവർ ഇടയാളുകൾക്ക് വേണ്ടി ജൂതമതക്കാരായി. ഈസ നബിന്റെ റിസാലത്തും നുബുവത്തും അംഗീകരിച്ചവർ ഇടയാളുകൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളായി. മുഹമ്മദ് നബിന്റെ റിസാലത്തും നുബുവത്തും അംഗീകരിച്ചവർ ഇടയാളുകൾക്ക് വേണ്ടി ശിയാക്കളുമായി. രക്ഷപ്പെടാൻ ഒരു മാർഗമേ ഉള്ളൂ, അത് രാജപാത സലഫിയത്തിന്റെ പാതയാണ്. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇടയാളുകളെ പ്രശ്നമേ ഇല്ല, ഉള്ളത് ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം. അതിനാണ് മുഹമ്മദ് നബി റസൂലായിട്ട് വന്നത്. ഈ കാലഘട്ടത്തിൽ നാം ചെയ്യുന്ന ദഅവത്തും അങ്ങനെ തന്നെയാണ്. അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും ഇടയാളുകളായിട്ട് ശൈഖ് വലിയകളെ അംഗീകരിക്കുകയും ചെയ്യുന്നവർ, ആ ശൈഖ് വലിയകളെ തിരുത്തി നൂഹ് നബി പറയും പോലെ അത് തിരുത്തുകയോ 40,000-ഓളം വരുന്ന ലോകത്തുള്ള ജാറങ്ങൾ അടച്ചുപൂട്ടുകയോ ചെയ്യാതെ ഭൂലോകത്തുള്ള മുസ്ലിമുകൾക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ലോകത്തൊരു ഭരണകൂടം വിചാരിച്ചാൽ, ഭൂലോകത്ത് നിലവിലുള്ള സകല ഭരണകൂടങ്ങൾ വിചാരിച്ചാലും മുസ്ലിമുകൾക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ ഉലൂഹിയത്ത് അംഗീകരിക്കാത്ത കാലത്തോളം. അതാണ് ചരിത്രം. നൂഹ് നബിയുടെ ചരിത്രം, ഇബ്രാഹിം നബിയുടെ ചരിത്രം, ഇസാഖ് നബിയുടെ ചരിത്രം, ഹൂദ് നബിയുടെ ചരിത്രം, സാലിഹ് നബിയുടെ ചരിത്രം. ഇവിടെയൊക്കെ ഒരു ന്യൂനപക്ഷം മുവഹിദുകൾ വന്നപ്പോൾ മറുപക്ഷത്തെ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് ഇല്ലാതാക്കി. ഇല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ്
إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد. വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലേ പൂർവ്വകാല ചരിത്രം പറയുന്നത്? ഈ പറയപ്പെട്ടവരെയൊക്കെ കൈകാര്യം ചെയ്ത് എപ്പോഴാ? അതാത് കാലഘട്ടത്തിൽ വന്ന റസൂലുകൾ പരിശ്രമിച്ച് മുവഹിദുകളെ ഉണ്ടാക്കി. ആ മുവഹിദുകളെ വെച്ചുകൊണ്ട് അല്ലാഹു തആല എതിരാളികളെ കൈകാര്യം ചെയ്തു. എന്നിട്ടൊരു പുതിയ തലമുറയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അതെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം ഇതേപോലെ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് തെറ്റി, തൗഹീദിന്റെ വഴിയിൽ നിന്ന് തെറ്റി. അതേ, സഹാബാക്കൾക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഹിദായത്തിന്റെ വഴിയെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ചിലർ അങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മളെ മുവഹിദീങ്ങളല്ലേ, നമ്മൾ ഇസ്ലാമുള്ളവരല്ലേ, നമ്മൾ മെമ്പർഷിപ്പ് എടുത്തവരല്ലേ, നമ്മുടെ തൗഹീദിന് കുഴപ്പമൊന്നുമില്ല, മറ്റുള്ളവരെ തൗഹീദ് ശരിയാക്കാൻ എന്താണ് വഴി എന്നാണ് നമ്മുടെ പരിശ്രമം. ഇല്ല, ഒരു ഗ്യാരണ്ടിയും നമ്മുടെ ഹിദായത്തിനില്ല. അമ്പിയാ മുസ്ലിങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും ഒരു ഗ്യാരണ്ടിയും അല്ലാഹു തആല കൊടുത്തിട്ടില്ല ഹിദായത്തിന്റെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ഹബീബിന്റെ സഹാബാക്കൾക്ക് കൊടുക്കണമായിരുന്നു. ഹബീബിന്റെ സഹാബാക്കളെ കൂട്ടത്തിൽ പലരും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഇല്ലേ? എന്താണ് ബഹുമാനപ്പെട്ട ജുലാസ് ബിൻ സുവൈദിനെ സംബന്ധിച്ച് അല്ലാഹു സൂറത്ത് തൗബയിൽ പറഞ്ഞത്? ആരായിരുന്നു ജുലാസ് ബിൻ സുവൈദ്? അഷ്റഫുൽ ഖൽഖിന്റെ അനുയായിയായ അൻസാരി സമൂഹത്തിലെ നേതാവായിരുന്നില്ലേ ജുലാസ് ബിൻ സുവൈദ്? തബൂക്ക് യുദ്ധത്തിന് വേണ്ടി അഷ്റഫുൽ ഖൽഖോടൊപ്പം പുറപ്പെട്ട മുസ്ലിം ആയിരുന്നില്ലേ ജുലാസ് ബിൻ സുവൈദ്? ആ യാത്രാ സംഘത്തോടൊപ്പം പുറപ്പെട്ടു. വഴിയിൽ വെച്ച് ജുലാസ് ബിൻ സുവൈദും കുറച്ച് ആൾക്കാരും കൂടി ഒരു കൂടാരത്തിൽ ഇരുന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ കളിയാക്കി. അഷ്റഫുൽ ഖൽഖിനെ പറ്റി പറഞ്ഞ് കുറെ ബയറന്മാരെയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. കുറെ ആൾക്കാർ, കുറെ ഖുറായികളെ, തീറ്റിപ്പണ്ടാരങ്ങളെ, ബഹുമാനപ്പെട്ട അബൂബക്കർ, ഉമർ, ഉസ്മാൻ മുതലായവരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ജുലാസി കമന്റ് അടിച്ചത്, ഒരു ഗോസിപ്പ് അടിച്ചത്. എവിടെ എത്തുമെന്ന് അറിയാം. മുഹമ്മദ് പറയുന്ന വാക്ക് ഇവിടുത്തെ കഴുതകൾ വരെ അംഗീകരിക്കൂല. എന്നിട്ടാണ് മുഹമ്മദ് ഇപ്പൊ എല്ലാരെയും കൂട്ടിയിട്ട് നടക്കുന്നത്. നമ്മൾ വാക്കൂട്ടത്തില് ഏതായാലും പോകാം. ഇങ്ങനെയുണ്ട് വർത്താനം. ആരാ? ഇസ്ലാമിന്റെ ഫസ്റ്റ് സഫിൽ മെമ്പർഷിപ്പ് എടുത്തവർ, അൻസാരികളുടെ നേതാവ് ജുലാസ് ബിൻ സുവൈദ്. മഹാനായ ആമിർ ബിൻ ഖൈസ് ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ ജുലാസിന്റെ ഭാര്യ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായ മോനാണ് ആമിർ ബിൻ ഖൈസ്. വല്ലാഹി ഞാനിത് റസൂലുള്ളാഹിനോട് പറയുക തന്നെ ചെയ്യും. അപ്പൊ ജുലാസ് പറഞ്ഞു, ഓ നീ പോയിട്ട് പറ, നീ പിള്ളേരെ വാക്ക് റസൂലുള്ളാഹി കേൾക്കാൻ നിൽക്കല്ലേ, ഞങ്ങളൊക്കെ മാന്യന്മാരാണ്, ഞങ്ങൾക്കറിയാം അതിന്റെ പ്രതിവിധി എന്താണെന്ന്. സഹിച്ചില്ല ആമിർ. പോയി റസൂലുള്ളാഹി, യാ റസൂലല്ലാഹ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇവയെ പേടിയാവുന്നു, അല്ലാഹുവിന്റെ വല്ല ശിക്ഷയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നല്ല പരദൂഷണം പറഞ്ഞത് എല്ലാ നബിയെ അവനെ വിളിപ്പിച്ചു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞതാണോ? നിങ്ങളുടെ ഷഹാദത്തിന് ഭംഗം വന്നിരിക്കുകയാ, നിങ്ങളുടെ ഷഹാദത്ത് സസ്പെൻഡ് ആയിരിക്കുകയാ, നിങ്ങളുടെ ഷഹാദത്ത് ഡിസ്മിസ് ആയിരിക്കുകയാ. അപ്പോൾ അവർ പറഞ്ഞു, വല്ലാഹി ഞങ്ങൾ പറഞ്ഞിട്ടില്ല നബിയെ, ഇവൻ കളവ് പറയുകയാണ്. ഈ സമയത്ത് ആമിർ ബിൻ ഖൈസ് നിന്നിട്ട് ദുആ ചെയ്തു, യാ അല്ലാഹ് സത്യത്തെയും അസത്യത്തെയും നീ വേർതിരിക്കണേ അല്ലാഹ്. ഈ കൂട്ടത്തിൽ ഞാൻ മോശക്കാരനാവും, ഞാൻ കണ്ടതും കേട്ടതുമാണ് പറഞ്ഞത്, ഒരിക്കലും ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. ഈ കൂട്ടത്തിൽ ഞാനൊരു കള്ള പറയുന്നവനായി മാറിയിരിക്കുകയാണ് അല്ലാഹുവേ. അതാ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ വലഖദ് ഖാലൂ കലിമത്തൽ കുഫ്രി വകഫറൂ ബഅദ ഇസ്ലാമിഹിം. സഹാബിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞോ? നമുക്ക് മെമ്പർഷിപ്പ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ സഹാബി രക്ഷപ്പെടായിരുന്നില്ലേ? അവിടെ മെമ്പർഷിപ്പ് കേസിൽ നിന്നൊക്കെ കിട്ടി മുവഹിദായിട്ട് മരിക്കുന്ന ആരും വിചാരിക്കണ്ട. പരിശ്രമിച്ചേ പറ്റൂ, നിരന്തരം പരിശ്രമിച്ചേ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യഹ്ലിഫൂന ബില്ലാഹി, ഓ മുഹമ്മദ് നബി, അവർ അല്ലാഹുവെ കൊണ്ട് സത്യം ചെയ്യുന്നു, മാ ഖാലു, അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. വലഖദ് ഖാലു, തീർച്ചയായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് നബിയെ, കലിമത്തുൽ കുഫ്രി, കുഫ്രിന്റെ വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട് നബിയെ. സൂറത്തുൽ തൗബ, കുഫ്രിന്റെ വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട് നബിയെ. വകഫറു ബഅദ ഇസ്ലാമിഹിം, അവർ മുസ്ലിമൊക്കെ തന്നെയായിരുന്നു, പക്ഷെ അവരിപ്പോ കാഫിറായിരിക്കുകയാണ് നബിയെ. ഖുർആനല്ലേ? സഹാബാക്കൾ പിന്നെയാണ് മെമ്പർഷിപ്പ് ഇട്ടിട്ട് ഞാനും തൗഹീദ് പറയുന്നവരാണെന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ. ഇത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഷിയാക്കളല്ല, മുവഹിദുകളാണ്, സലഫികളാണ്. കാരണം അവരുടെ കയ്യിലാണ് ഹിദായത്ത്. ഹിദായത്ത് ഇല്ലാത്തവർ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല.
കോഴിയില്ലാത്തവരല്ലേ കുറുക്കനോ, കോഴിയുള്ളവരല്ലേ കുറുക്കനോ കൊണ്ടുള്ളൂ. കോഴിയില്ലാത്തവരെന്തിനാ കുറുക്കനോ നോക്കണേ? ഹിദായത്ത് കിട്ടിയവർ അത് എനിക്കെന്നല്ല മാത്രം. ഏത് സമയത്തും ഡിസ്മിസ് ആവാം, ഏത് സമയത്തും സസ്പെൻഡ് ആവാം. അതുകൊണ്ട് നാം ഭയപ്പെടണം. ഷിയാക്കൾക്ക് അത്രയും ഭയപ്പെടാനില്ല. കാരണം ഓൾറെഡി ദലാലത്തിലാണ്, അഥവാ ജാറത്തിലാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഖദ് കഫറു ബഅദ ഇസ്ലാമിഹിം, അവർ മുസ്ലിമൊക്കെ തന്നെയാണ്, അവർ കാഫിറായിരിക്കുകയാണ് അല്ലേ പറഞ്ഞത്. നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങോട്ട് വാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബീ സറഹിന്റെ കാലത്തേക്ക് വാ. മക്ക ഫതഹിന്റെ സന്ദർഭത്തിൽ അഷ്റഫുൽ ഓർഡർ ഇട്ടു, 7 ലിസ്റ്റ് കൊടുത്തു, 7 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഈ ലിസ്റ്റിൽ കാണുന്ന പേരിൽ എവിടെ കണ്ടുമുട്ടിയാലും അവരെ കൊന്നുകളയണം. അവർ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് തൂങ്ങിയതായിട്ട് കണ്ടാലും ശരി കൊന്നുകളയണം എന്ന് അഷ്റഫുൽ ഓർഡർ ഇട്ടു മക്ക ഫതഹിന്റെ സമയത്ത്. ആ കൂട്ടത്തിൽ 3 പേരല്ലേ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുള്ളവരുള്ളത്, ബാക്കി 4 പേരും മുസ്ലിമീങ്ങളായിരുന്നില്ലേ? ഒരു കാലത്ത് സഹാബാക്കളായിരുന്നില്ലേ? അതിൽ അഗ്രഗണ്യനായിരുന്നില്ലേ അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബീ സറഹ്? അഷ്റഫുൽ ഖൽഖിന്റെ വഹി എഴുത്തുകാരനായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽഖിന്റെ കൊടിവാഹകനായിരുന്നില്ലേ അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബീ സറഹ്? അല്ലേ? അഷ്റഫുൽ ഖൽഖ് വഹി എഴുതാൻ വേണ്ടി പറയുമ്പോൾ എഴുതുന്ന ആളായിരുന്നില്ലേ? അങ്ങനെയല്ലേ അബ്ദുല്ലാഹി ബിൻ അബീ സറഹ്? എന്താ സംഭവിച്ച അയാൾക്ക്? ഞാൻ തിരക്കേടില്ല എന്ന് തോന്നിച്ചവൻ. നമുക്കൊക്കെ പറ്റുന്ന സൂക്കേടാത് തന്നെ. ഞാൻ തിരക്കേടില്ല, എനിക്ക് ഇച്ചിരിയൊക്കെ അറിയാം, അറിയാത്തവരെ നമുക്ക് നന്നാക്കാം. ആരും ഒന്നുമല്ല, നിൽക്കുന്ന ഞാനും ഇരിക്കുന്ന നിങ്ങളും ഒന്നുമല്ല. വീട്ടിലെ തൗഹീദിന്റെ അലിഫുബ പോലും പൂർത്തിയായിട്ടില്ല ഇന്നേവരെ. എന്നിട്ടല്ലേ പിന്നെ അങ്ങോട്ട്. ഇവിടെ അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബീ സറഹ് ചെയ്തു പോയ തെറ്റെന്താ? നമുക്ക് വിശദീകരിക്കാം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين محمد وآله وصحبه أجمعين. عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد. അബ്ദുല്ലാഹി ബിൻ അബീ സറഹ് പണ്ഡിതനായിരുന്നു. അഷ്റഫുൽ ഖൽഖിന്റെ വഹി എഴുത്തുകാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യനായിരുന്നു. ഒരു ദിവസം വഹി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആയത്തിറങ്ങി ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന, മുസബ്ബിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അത്രയും പറഞ്ഞു കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ബാക്കി എന്ന നിലക്ക് വഹുവൽ അസീസുൽ ഹകീം എന്ന് അബ്ദുല്ലാഹി ബിൻ സബഹ് എഴുതി, അബ്ദുല്ലാഹി ബിൻ സഈദ് ബിൻ അബീ സറഹ് എഴുതി. അതിന്റെ ബാക്കി പ്രാസോപ്പിച്ചിട്ട് എഴുതിയത് അദ്ദേഹത്തിന്റെ ഭാഷാ നൈപുണ്യമാണത്. റസൂലുള്ളാഹി കൊടുത്ത വഹയായിരുന്നില്ല അത്. അദ്ദേഹം അഷ്റഫുൽ പറയുന്നതിന് മുമ്പേ അതിനെ പ്രാസോപ്പിച്ചുകൊണ്ടാണ് ബാക്കി ഭാഗം എഴുതി ചേർത്തത്. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസബ്ബിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം എന്ന് അബ്ദുല്ലാഹി ബിൻ സഈദ് എഴുതി. ഉടൻ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ അത് വഹീന്റെ ഭാഗമാണെന്ന് എഴുതി, പക്ഷെ നീ പറഞ്ഞത് വഹിയല്ല, ഞാൻ പറഞ്ഞതാണ് വഹി എന്ന്. അബ്ദുല്ലാഹി ബിൻ സഈദിന് തോന്നി എനിക്കും വഹി വരുന്നുണ്ട് എന്ന്. എനിക്ക് വഹി വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എഴുതിയത്, നബി തങ്ങൾ അംഗീകരിച്ചു തന്നല്ലോ. ഉടൻ തന്നെ സമൂഹത്തിൽ പോയിട്ട് പറഞ്ഞു എനിക്കും വഹി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന്. അയാൾ അഹങ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്? അയാളെ ഹിദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡിസ്മിസ് ചെയ്ത് കളഞ്ഞു. അദ്ദേഹം കുഫ്റിന്റെ പട്ടികയിലേക്ക് പോയി. കൊല്ലാൻ ലിസ്റ്റ് കൊടുത്ത കൂട്ടത്തിൽ ഈ അബ്ദുല്ലാഹി ബിൻ സറഹ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹി ബിൻ സഈദ് ഉണ്ടായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മലൂടി ബന്ധത്തിൽ സഹോദരനാണ് അബ്ദുല്ലാഹി ബിൻ സഈദ്. കൊല്ലാൻ ലിസ്റ്റ് കൊടുത്തപ്പോൾ അബ്ദുല്ലാഹി ബിൻ സഈദ് ഓടി ഉസ്മാൻ ഇബ്രാഹിമിന്റെ വീട്ടിലേക്ക്. ഉസ്മാൻ ഇബ്രാഹിം പറഞ്ഞു, സഹോദര എന്നെ രക്ഷപ്പെടുത്തിയേ പറ്റൂ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്കെതിൽ ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മേൽ കള്ളം ആരോപിക്കുന്നതിനേക്കാൾ വലിയ അപകടകാരി ആരുണ്ട്? അല്ലാഹു മുഹമ്മദിന് വഹി ഇറക്കി, അബ്ദുല്ലാഹ്ക്ക് വഹി ഇറക്കിയിട്ടില്ല. അവൻ കളവാണ് പറയുന്നത് ആയത്ത് ഇറക്കിയിട്ടുണ്ട്, രക്ഷയില്ല, എനിക്ക് വേണ്ടി ഒന്ന് ശുപാർശ പറഞ്ഞേ പറ്റൂ, ഞാൻ തൗബ ചെയ്യാൻ തയ്യാറാണ്. ഇസ്മാഈൽ റസൂലുള്ളാഹിലേക്ക് വന്നു. അബ്ദുല്ലാഹി ബിൻ സഈദിന്റെ കൈ പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, ഇസ്മാഈൽ ഇതെന്റെ സഹോദരനാണ്, ഇവൻ തൗബ ചെയ്യാൻ തയ്യാറാണ്, നബിയെ ഒന്ന് ബൈഅത്ത് ചെയ്യണം. അഷ്റഫുൽ ബൈഅത്ത് ചെയ്യാൻ കൂട്ടാക്കിയില്ല, അനങ്ങാതിരുന്നു. വീണ്ടും ഇസ്മാഈൽ പറഞ്ഞു ബൈഅത്ത് ചെയ്യണം നബിയെ.
ചെയ്യാൻ കൂട്ടാക്കിയില്ല. ദീർഘസമയം അഷ്റഫുൽ ഹൽക്ക് മൗനം ദീക്ഷിച്ചു. അഷ്റഫുൽ ഹൽക്ക് ആഗ്രഹിച്ചത് ആ മൗനത്തിനിടയിൽ ആരെങ്കിലും അദ്ദേഹത്തെ കൊല്ലണമെന്നായിരുന്നു. അത് റസൂൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആംഗ്യം കാണിക്കാനോ അല്ലെങ്കിൽ കണ്ണൊഴുകൊന്നും പറ്റുകയില്ല. നേർക്കുനേരെ വർത്താനം പറയാൻ നബിക്ക് പറ്റുള്ളൂ, വേറെ ഒരു പരിപാടിയും പറ്റൂല. റസൂലുള്ളാഹി തങ്ങൾ ബൈഅത്ത് ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അദ്ദേഹത്തെയും കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ തൗബ അല്ലാഹു തആല സ്വീകരിച്ചു. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിൽ ഗവർണറായി. അത് കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു തആലയുടെ കാലഘട്ടത്തിലും അദ്ദേഹം ജീവിച്ചു. മുഅവിയ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലും ജീവിച്ചു. ഒരു പക്ഷത്തും ചേരാതെ ഇബാദത്ത് ചെയ്ത് തഖ്വയോടുകൂടി ജീവിച്ച് സഹീഹായ രീതിയിൽ സാലിഹായ രീതിയിൽ മരണപ്പെടുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ഇവിടെ ഒരു സഹാബിയാണ് അല്ലാഹു തആല വെറുതെ വിട്ടോ? മുസ്ലിമാൻ പറയുന്നു നമ്മൾ മുസ്ലിമീങ്ങളല്ലേ, നമ്മൾ എവിടെ പോയാൽ എന്താ, ഏത് ജാറത്തിൽ പോയാൽ എന്താ, നമ്മൾ കിട്ടുന്നില്ലേ, നമ്മൾ നോമ്പ് വെക്കുന്നില്ലേ, ഈ സഹാബികളിൽ കിട്ടുന്ന നോമ്പ് വെക്കുന്നവരായിരുന്നില്ലേ, എന്നിട്ടും എന്തിനാണ് ഈ കുഫ്ർ ഫത്വ? ഇതേ അവസ്ഥയിലല്ലേ മുസ്ലിം മുത്തഖദ്ദാബിന്റെ അവസ്ഥ? മുസ്ലിം മുത്തഖദ്ദാബിനെ കാഫിറാക്കിയില്ലേ? എന്തിന്റെ കാര്യം? നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിലാണോ? നോമ്പ് ഒഴിവാക്കിയതിന്റെ പേരിലാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എതിർ പറഞ്ഞതിന്റെ പേരിലാണോ? ജാറം കളഞ്ഞതിന്റെ പേരിലാണോ? മുഹമ്മദ് ഈ റിസാലത്തിന്റെ ഭാഗമായി ഭൂമിയിൽ വെള്ളം ചേർക്കാൻ വേണ്ടി കിട്ടുന്നുണ്ടല്ലേ മുസ്ലിം മുത്തഖദ്ദാബിനെ കാഫിറാക്കിയിട്ട് കൊന്നുകളഞ്ഞത് നമുക്ക് ചിന്തിക്കുന്നതാവല്ലോ. ഇനി കുറെ ഇങ്ങോട്ട് വൈദ്യനായിരുന്നു ഖാദിയാനികളെ കാഫിറാക്കിയത്. എന്ത് തെറ്റാണ് അവർ ചെയ്തത്? എന്ത് തെറ്റിയതിന്റെ പേരിലാണ് ഖാദിയാനികളെ കാഫിറാക്കിയത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊല്ല കുഴപ്പമുണ്ടോ ഖാദിയാനികൾക്ക്? മുസ്ലിം മുത്തഖദ്ദാബിന്റെ അതേ ചരിത്രം തന്നെയല്ലേ ഖാദിയാനികളുടെ ചരിത്രം. ആ ഖാദിയാനികളെ നമ്മൾ ഇപ്പോഴും കാഫിറാക്കി മാറ്റി നിർത്തിയല്ലേ. പിന്നെ എന്തേ ജാറങ്ങളിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ബാത്തിലാക്കിയവരെ കാഫിറാക്കാൻ ഇത്ര മടിയെന്തേ? ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടല്ലേ, ഒന്നിച്ച് ജീവിക്കുന്നവരായതുകൊണ്ടല്ലേ, രാഷ്ട്രീയത്തിന് ഭൂരിപക്ഷം നോക്കിയിട്ടല്ലേ. ഖാദിയാനികൾക്ക് ന്യൂനപക്ഷമേ ഉള്ള ഉടനെ കാഫിറാക്കാൻ പ്രശ്നമില്ല. മറ്റവരെ ഭൂരിപക്ഷമുണ്ട്. നാട്ടിലെ 98% ജാറക്കാരാണ്. അവരെ കാഫിറാക്കിയ രാഷ്ട്രീയ നഷ്ടമുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ട്, ബിസിനസ് നഷ്ടമുണ്ട്. അവർക്ക് മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ്മെന്റ് പോക്ക് പോകാം. അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി നന്നായി മനസ്സിലാക്കി ഒരു പോറലോ ഏൽക്കാത്ത ഹിദായത്തുമായി, ഒരു തരത്തിലും സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഡിസ്മിസ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത, ഡാമേജുകൾ വന്ന് ഉപയോഗശൂന്യമായിട്ടില്ലാത്ത ഷഹാദത്തിന്റെ ഒറിജിനൽ പകർപ്പുമായി നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനും ആ അല്ലാഹുവിന്റെ അടുത്ത് കഴിഞ്ഞുകൂടുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്, സുരക്ഷിതരായവർ. ആ സുരക്ഷിതരായ ന്യൂനപക്ഷത്തോടൊപ്പം ചെന്ന് ചേരാനും എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു നല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അലാ വസല്ലു വസല്ലിമു അലാ നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തദാ ഇന്നല്ലാഹു വമലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل وسلم على رسولك سيدنا محمد وعلى اله وصحبه واتباعه ومن تبعهم باحسان الى يوم الدين. اللهم ارض عن الخلفاء الراشدين المهديين ابي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابه والقرابه كلهم اجمعين وارض عنا معهم برحمتك يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. اللهم انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجعل الجنة مأوانا ومأواهم. اللهم أصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا واجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والزوار والغزاة والمسافرين والمجاهدين في سبيلك صادرين والدين في بيتك وبحرك وجوفك أجمعين يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.